പ്രൊഡക്ഷൻ ടീം തന്നെ റിവീൽ ചെയ്തു മൂത്ത എന്നുള്ള ക്യാരക്ടർ മമ്മൂട്ടിയാണെന്ന്. അത് നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നോ? അല്ല, അത് പിന്നീട് അതിലേക്ക് പതിയെ വന്ന് ലാൻഡ് ആയതാണത്. ആണോ? അപ്പോൾ ആക്ച്വലി മൂത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. പക്ഷെ നിങ്ങളത് അടുത്ത ചാപ്റ്ററിൽ അത് വരുമായിരിക്കും. അത് എങ്ങനെയായിരിക്കും? അത് ഇപ്പം പറയാൻ പറ്റില്ല. അല്ല, മമ്മൂട്ടിയാണെന്ന് നിങ്ങൾക്ക് ഇല്ല നേരത്തെ തീരുമാനിച്ചില്ലായിരുന്നു? ഈ റീസെൻ്റ് ആയിട്ടാണ്? റീസെൻ്റ് ആയിട്ടല്ല, പക്ഷേ പടത്തിൽ വരുന്ന സൗണ്ടൊക്കെ മമ്മൂട്ടിയുടെ ആണെന്ന് ഒരുപാട്. അതെ, അത് നമുക്ക് തന്നെയാണ്. അത്. അപ്പോൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതങ്ങനെ ഫിക്സ് ചെയ്ത കാര്യമല്ല. പതിയെ ഇത് ചെറിയൊരു പടമായിട്ട് തുടങ്ങിയ പടം. അത് വളരെ ചെറിയത്, അതായത് വല്ല 2-3 കോടി രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞ് ഡൊമിനിക്കും നിമിഷം കൂടെയൊക്കെ തുടങ്ങിയ ശാന്തി എല്ലാവരും കൂടി തുടങ്ങിയ പടം. അത് പിന്നെ പതിയെ പ്രൊഡക്ഷൻ ദുൽഖർ വേഫർ പോലൊരു പ്രൊഡക്ഷനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഇതിൻ്റെ പ്രീയിലും മറ്റുള്ള ഡിസ്കഷനിലൊക്കെ വലുതായ സിനിമയാണ്. അതും ഇട്ട ബഡ്ജറ്റിനേക്കാളും കുറച്ചും കൂടി കയറിപ്പോയിട്ടും പ്രൊഡക്ഷൻ അതിൻ്റെ കൂടെ നിന്ന് തീർത്ത പടവും കൂടിയാണ്. അപ്പം അത് അല്ലേ, നിമിഷം ഒരു സ്ഥലത്ത് പറയണ്ടേ, ദുൽഖർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം വർക്കൗട്ട് ആവില്ല, നടക്കില്ല എന്നുള്ളൊരു ഉറപ്പില്ല. അദ്ദേഹം എടുത്തൊരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്രയും ഉണ്ടായെന്നുള്ളൂ. വേറെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.